ഞങ്ങളെ പാലാരിവട്ടത്തുനിന്ന് വിളിക്കുക. ടോണിയായിട്ട് പരിചയമുണ്ട്. അത് മനസ്സിലായി, മുമ്പേ പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾക്ക് പേരില്ലേ? ടോണിയുമായിട്ട് എന്നതാ ഇടപാട്? ഞങ്ങള് ഒരു ബിസിനസ് കാര്യം ടോണിയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയുള്ള കാര്യങ്ങളൊന്ന് നേരിട്ട് കണ്ട് സംസാരിക്കേണ്ടതാ. അതിനു വേണ്ടിയാ. ടോണിയെ തന്നെ കണ്ടാലേ ഒക്കത്തുള്ളൂ. ശരി, ആര് വിളിച്ചെന്നാ ഞാൻ അവനോട് പറയേണ്ടത്? ഒരു ബിസിനസ് പാർട്ടിയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. വെക്കട്ടെ. നമുക്ക് ടോണിയെ തന്നെ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. മൊബൈലിന് റേഞ്ച് പോലും ഇല്ലാത്ത ഓണം കയറാൻ മൂലയിലെ ആളുള്ളത് തോന്നുമ്പോഴാ വീട്ടിൽ വരുന്നു. ആകെ ഒരു ഉടായ്പ ലക്ഷണമാണല്ലോ. എന്തായാലും ആള് വീട്ടിലുണ്ടെന്ന് ഉറപ്പാക്കിയിട്ട് പോയാ മതി. അതാ നല്ലത്. ഇന്നലെ രാത്രി എവിടെയായിരുന്നു മൂന്നുപേരും? നല്ല ക്ഷീണമുണ്ടല്ലോ കണ്ടിട്ട്. അടി കൊടുത്തോ അതോ ഇങ്ങോട്ട് വാങ്ങിയോ? ഇതെന്താണിപ്പോ നമ്മളേതാണ്ട് തെറ്റിയത പോലെ. അവിടെ മിഷൻ സക്സസ് ആയോ? എന്ത് വിഷയം? കിഡ്നാപ്പ് അലീനെ വെച്ച് ബാർഗെയിൻ ചെയ്യുന്ന ഗെയിം പ്ലാൻ. എടാ, അതൊക്കെ പിന്നീട് പറയാം. ഇന്നലെ രാത്രി ഒരു മിനിറ്റ് ഉറങ്ങിയിട്ടില്ല. പോയി കിടന്ന് ഉറങ്ങണം. നിങ്ങൾ ഈ വൈകുന്നേരം വരെ എവിടെയായിരുന്നു? ഇന്നലെ രാത്രി ഇന്ന് നേരം എടുത്തപ്പോ തീർന്നതല്ലേ? എടാ, പ്രശ്നങ്ങൾ പരിഹരിക്കണ്ടേ? രാവിലെ മുതൽ ഓടുക. പോലീസ് സ്റ്റേഷൻ, ഹോസ്പിറ്റല്, കടപ്പാട്ടൂര്, എവിടെയെങ്കിലും ഒന്ന് തല ചാച്ചം. ഒന്നും സംഭവിച്ചില്ല ഇന്നലെ രാത്രി. അല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. ആൾതാമസമുള്ള വീടല്ലേ ഇത്? ആരെയും കാണുന്നില്ല. ഞാൻ അവർക്ക് നോക്കാം. ഈ വണ്ടി ഒതുക്കി. ശരി. ആരാ? എന്റെ പേര് രമേശൻ നായർ. ഇവിടെ ആരെ കാണാനാ? മാമച്ചായനാണോ? ആരാ മാമച്ചായൻ? അത് കൊള്ളാം. നിങ്ങൾ കാര്യം പറ. എന്തിനാ വന്നേ? ആരെ കാണാനാ? ഇവിടെ ഒരു പെങ്കൊച്ച് ജോലിക്ക് നിൽക്കുന്നുണ്ട്. അങ്ങനെ ജോലിക്കായിട്ട് ആരെയും നിർത്തിയിട്ടില്ല. എന്താ കേസ്? ഇത്രയും വലിയ വീട്ടില് ഒന്ന് കേറിയിരിക്കാൻ സ്ഥലമില്ലേ? കേറി വാ. മാമച്ചായ, മാമച്ചായ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഇരിക്കെ. മാമച്ചായൻ ഇപ്പൊ വരും. ഓ, ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. ഞാനിവിടെ ആദ്യം വരിക. വീടും അഡ്രസ്സും ഒക്കെ പറഞ്ഞു തന്നത് കഴക്കൂട്ടത്തുനിന്ന്. കഴക്കൂട്ടത്തുന്നു. അവിടെ ഒരു അനാഥാലയം ഉണ്ടായിരുന്നല്ലോ, സ്നേഹനികേതനം. അതിപ്പോഴോ? അതില്ലല്ലോ, നിർത്തിപ്പോയില്ലേ? അത് ശരിയാ. അവിടെ ഒരു കോൺവെന്റ് ഉണ്ട്. അവരാ ഇവിടുത്തെ അഡ്രസ്സ് തന്നത്. ഇരുന്നാട്ടെ. ഇരുന്നോളൂ. കോൺവെന്റിലെ സിസ്റ്റർ എന്തിനാ ഇവിടുത്തെ അഡ്രസ് തന്നത്? അത് പറയാം. അവിടെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു. ആ അനാഥാലയം പൂട്ടിപ്പോയപ്പോ അവിടുത്തെ ആൾക്കാരെ എല്ലാം വേറെ ഓർഫണേജുകളിലേക്കും ചില വീടുകളിലേക്കും ഒക്കെ അയച്ചെന്ന അവിടുത്തെ കന്യാസ്ത്രീകൾ പറഞ്ഞു. അവിടുന്ന് നിങ്ങളൊരു പെങ്കൊച്ചിനെ ജോലിക്ക് വെച്ചിട്ടുണ്ട്. അതിന്റെ പേരെന്താ? പേരൊന്നും എനിക്കറിഞ്ഞു. ഇവിടെ ജോലിക്കെടുത്ത പെങ്കൊച്ചിന്റെ പേരെന്താ? രേവതി കുട്ടി. അങ്ങനെ എന്തോ ഒരു പേരാ പറഞ്ഞത്. ഇപ്പൊ എന്തിനാ അതിനെ അന്വേഷിച്ചു വന്നത്? അത് ഞങ്ങളുടെ കുടുംബത്തിലെ കുട്ടിയാണോ എന്നൊരു സംശയം. നിങ്ങളുടെ കുടുംബത്തിലെയാണോ എന്ന് സംശയം? തീർച്ചയായും. കണ്ടാലല്ലേ അറിയാൻ പറ്റും. കണ്ടാ തിരിച്ചറിയാൻ പറ്റുമോ? ഞാൻ കണ്ടിട്ടില്ല, അതാണ് സത്യം. നിങ്ങളുടെ വീട്ടിലെ കുട്ടിയാണ്, നിങ്ങൾ കണ്ടിട്ടുമില്ല. അതെങ്ങനെ ശരിയാവുന്നത്? നിങ്ങളുടെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു പെങ്കൊച്ചിനെ കാണാതായിട്ടുണ്ടോ? കാണാതായതല്ല, അതൊരു വലിയ കഥയാ. ആ പെങ്കൊച്ചിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. അവളിവിടെ ഇല്ല, ഒരു സ്ഥലം വരെ പോയേക്കുവാ. ഓ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഞാന് അങ്ങ് കിളിമാനൂരിന്ന് വരിക. എനിക്കങ്ങനെ ഒരുപാട് യാത്ര ചെയ്യാനൊന്നും പറ്റില്ല. പലതരം രോഗങ്ങളാ. പ്രമേഹം, പിന്നെ പ്രഷർ, കൊളസ്ട്രോൾ. ഞാൻ ടാക്സി പിടിച്ച് വരിക. എനിക്ക് ഡ്രൈവിംഗ് അറിയാഞ്ഞിട്ടല്ല, വയ്യ. കുടിക്കാൻ എന്താ വേണ്ടത്? ചായയാണോ കാപ്പിയാണോ? എന്തായാലും കുഴപ്പമില്ല, മധുരം തീരെ പറ്റും. മാമച്ചായ, ഒന്നിനോ. ഒരു മിനിറ്റ്. രേവതി കുട്ടി കോളേജിൽ പോയതല്ലേ? നീ പിന്നെ എന്തിനാ അയാളോട് നുണ പറഞ്ഞത്? സത്യം മാത്രം പറയാനേ. അങ്ങേര് മജിസ്ട്രേറ്റോ ജഡ്ജോ ഒന്നും അല്ലല്ലോ, ഇത് കോടതിയോ. മൂപ്പിലാന്റെ കുടുംബത്തിലെ ഏതോ ഒരു കുട്ടിയെ കാണാതെ പോയെന്നു. അതിന് നമ്മൾ എന്നാ വേണം? അന്വേഷിച്ച് ഇങ്ങോട്ടാണോ വരേണ്ടത്? കഴക്കൂട്ടത്ത് കിട്ടിയ അഡ്രസ് വെച്ച് അന്വേഷിച്ചു വന്നതല്ലേ? എന്തെങ്കിലും തക്കതായ കാരണം കാണാതിരിക്കില്ല. കാരണം പ്രത്യേകിച്ച് പറയണോ? അയാളുടെ കുടുംബത്തിലെ കൊച്ചാണെന്ന് മനസ്സിലായ കിഴവൻ രേവതി കുട്ടിയെ ഞങ്ങൾക്ക് വേണോന്ന് പറയും. കുടുംബത്തിലെ കുട്ടിയല്ലേ, അപ്പൊ അവരുടെ മേൽ നമ്മളെക്കാൾ അവകാശം അവർക്കുണ്ടെന്ന് പറയും. ആലോചിച്ചു നോക്കിയാ അത് ന്യായമല്ലേ? അല്ല, ഇനി അവരുടെ കുടുംബത്തിലെ കുട്ടിയാണെന്ന് തന്നെ ഇരിക്കട്ടെ. കുഴിയിലോട്ട് കാല് നീട്ടിയ സമയത്താണ് കാർമോർക്ക് നഷ്ടപ്പെട്ടു പോയ കുട്ടി ഓർമ്മ വന്നത്. അയാള് പണ്ട് തൊട്ടേ അന്വേഷണം തുടങ്ങിക്കാണും. ഇപ്പോഴാ ഒരു തുമ്പ് കിട്ടിയെന്ന് വരാലോ. അങ്ങനെ വരണ്ട. കിട്ടിയ തുമ്പും വാലും വെച്ച് അയാൾ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കട്ടെ. അനാഥ കുട്ടികളെ പല സ്ഥലത്തും കാണും. ഒരെണ്ണത്തിനെ പിടിച്ച് കുടുംബത്തിൽ കൊണ്ടുപോയി വളർത്തിക്കോട്ടെ. ഏതെങ്കിലും ഒരു അനാഥ കുട്ടിയെ ദത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഈ പ്രായത്തിൽ നാടി വിറ്റാൻ ഇറങ്ങും ഗ്രേസമ്മ. അയാൾക്ക് വേണ്ടത് അവരുടെ തന്നെ ചോരയിൽ ജനിച്ചൊരു കുട്ടിയെ. ഒരുപക്ഷെ അത് രേവതി കുട്ടി തന്നെയാണെങ്കിലോ? അല്ല, അയാളെ കണ്ടാ തന്നെ അറിഞ്ഞൂടെ? രേവതി കുട്ടിയുടെ ഒരു ചായം ആ കിഴവന്റെ മുഖത്ത് കാണാത്തെ. ഇനിയും രേവതി കുട്ടിയുടെ വല്യുപ്പനാ വന്നിരിക്കുന്നെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ചായക്കകത്ത് വിഷം കലക്കി ആ വയസ്സിന് ഞാൻ കൊടുക്കും. എന്റെ പൊന്നു ഗ്രേസമ്മേ, നീ കടുകയൊന്നും ചെയ്യരുത്. വയസ്സുകാലത്ത് നമ്മൾ രണ്ടുപേരും കൂടി ജയിലിൽ കിടക്കുന്ന കാര്യം നീ ആലോചിച്ച് നോക്കിയേ. ഞാനായിട്ട് അയാളെ ഒന്നും പറയുന്നില്ല. നീ ചായ എടുക്ക്. മധുരം ഇട്ടിട്ടില്ല. പ്രമേഹവും പ്രഷറും ഷുഗറും പിടികൂടിയ വലിയ പാടാ. വേറെ 100 കൂട്ടം അസുഖങ്ങള് അതിന്റെ കൂടെ വരും. അത് പറയാൻ വേണ്ടി അല്ലല്ലോ ഞാനിവിടെ വന്നത്. വഴിതെറ്റി വന്നതാന്ന് മനസ്സിലായി. സാരമില്ലെന്ന്. ചായയൊക്കെ കുടിച്ച് വിശ്രമിച്ചിട്ടൊക്കെ പോയാൽ മതി. അതെ അതെ, വീട് തെറ്റി കയറി വരുന്നവരെ പോലും ഞങ്ങൾ സൽക്കരിച്ചിട്ടേ വിടാറുള്ളൂ. പാരമ്പര്യമായിട്ട് തന്നെ ഞങ്ങൾ അങ്ങനെയാ. എനിക്ക് വഴിയും വീടും ഒന്നും തെറ്റിയിട്ടില്ല. കഴക്കൂട്ടത്തുനിന്ന് കിട്ടിയ കൃത്യം വിവരം വെച്ചിട്ടാ ഞാൻ ഈ വീട് കണ്ടുപിടിച്ചത്. എന്നാ പറഞ്ഞു തന്നവർക്ക് തെറ്റിയതായിരിക്കും. അല്ല, അങ്ങനെ സംഭവിക്കാലോ. കന്യാസ്ത്രീകളല്ലേ, അവര് നുണ പറയുവോ? അത് ശരി, അവര് കർത്താവിന്റെ മണവാട്ടികളാ. സത്യം മാത്രമേ പറയുള്ളൂ. അവർക്ക് തെറ്റുപറ്റിയതാവാലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അതെ,
അതിനും ചിലപ്പോ സാധ്യതയുണ്ട്. ഈ പാലാരിവട്ടത്ത് തന്നെ ഇതുപോലുള്ള വീടുകൾ അത്രയുണ്ട്. ആ. മാമച്ചന്റെ പേരുള്ളവർ പോലും വേറെ ഉണ്ട്. പക്ഷേ അവിടെയെല്ലാം സ്നേഹനികേതനത്തിൽ നിന്ന പെൺകുട്ടി ജോലിക്ക് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരാളുണ്ടെന്നല്ലേ പറഞ്ഞു. എനിക്ക് ആ കുട്ടിയെ ഒന്ന് കണ്ടാ മതി, ചില വിവരങ്ങൾ ചോദിച്ചറിയണം. പക്ഷെ അവളിവിടെ ഇല്ലല്ലോ. വീട്ടിൽ പോയിക്കോ. വീടോ? അവക്കെവിടെയാ വീട്? ഏതോ ഒരു ബന്ധു വീട്ടിൽ പോവാന്നാ പറഞ്ഞത്. പോയാ പിന്നെ ഒരാഴ്ച കഴിഞ്ഞേ തിരിച്ചു വരും. ഇപ്പോഴത്തെ വീട്ടു ജോലിക്കാരുടെ കാര്യമല്ലേ, നമ്മുടെ ചൊൽപ്പടിക്കൊന്നും നിർത്താൻ പറ്റത്തില്ലെന്നേ. അതും 10-36 വയസ്സുള്ള ഒരു പെണ്ണുമ്പുള്ള. 36 വയസ്സോ? പിന്നല്ലാതെ രേവതി കുട്ടീന്ന് പറഞ്ഞപ്പോ അധികം പ്രായമില്ലാത്ത ഒരു പെൺകുട്ടിയാന്ന് കരുതി കാണുമല്ലേ. അവളുടെ ഫോട്ടോ വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ട്? ഫോട്ടോയോ? എനിക്ക് അവളുടെ മുഖം കാണുന്നതേ കളിയാ. വേറെ ആരെയും കിട്ടാത്തോണ്ട് മാത്ര ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്. പിന്നല്ലേ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് വെക്കും. ചേട്ടന് വീട് തെറ്റിയതാണ് കേട്ടോ. ഇനി പാലാരിവട്ടത്ത് ഒരിടത്ത് അന്വേഷിച്ചിട്ട് കാര്യവട്ടം, ചമ്മനാവട്ടം, അങ്ങനെ ഏതെങ്കിലും വട്ടത്തിന്റെ കാര്യമായിരിക്കും സിസ്റ്റർമാര് പറഞ്ഞു. അല്ലേ? ബുദ്ധിമുട്ടിച്ചതില് ക്ഷമിക്കണം. ഞാൻ ഇറങ്ങുക. എന്നാ ഞാൻ പോയിട്ട് വരാം. വരണമെന്നില്ല, വെറുതെ എന്തിനാ സമയം കളയും. അല്ല, വീട് ഇതല്ലാന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നീ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് പറഞ്ഞതാ. ഇവിടെ വരെയുള്ള എന്റെ വഴി ശരിയായിരുന്നു, അതെനിക്ക് ഉറപ്പാ. ഏയ്, അങ്ങനെ വരാൻ ഒരു സാധ്യതയും. സ്നേഹനികേതനത്തിൽ വളർന്ന ഒരു പെൺകുട്ടി ഇവിടെ ജോലിക്കാരിയായിട്ടുണ്ട്, ശരിയല്ലേ? അത് ശരിയാ. പക്ഷേ നിങ്ങൾ പറഞ്ഞ പ്രായം അത് ഒട്ടും യോജിക്കാം. എന്തായാലും എനിക്ക് ആ കുട്ടിയെ നേരിട്ടൊന്ന് കാണും, സംശയം തീർത്തിരിക്കാവൂ. നീ എന്തൊക്കെ നുണകളാ ഗ്രേസമ്മ അയാളോട് പറഞ്ഞത്? സാരമില്ല, ഞാൻ അടുത്ത ഞായറാഴ്ച പോയി കുമ്പസാരിച്ചോളാം. മനഃപൂർവ്വം പച്ചക്കള്ളം പറഞ്ഞിട്ട് പിന്നെ പോയി കുംസാരിച്ചാ മതിയോ? പാപം തീരും. കള്ളം പറഞ്ഞു പോയില്ലേ, ഇനി വേറെന്താ ചെയ്യുന്നത്? കാറും എടുത്ത് ആ കിഴവന്റെ പുറകെ ചെന്നിട്ട് ഞാൻ പറഞ്ഞ എല്ലാം നുണയായിരുന്നു എന്ന് പറയണോ? കള്ളം പറയാതിരുന്നാ മതിയായിരുന്നല്ലോ. എന്റെ കർത്താവേ, എന്റെ മാമച്ചൻ അയാളോടുള്ള സത്യം എല്ലാം വിളിച്ചു കൂവിയിട്ട് നമ്മൾ എന്ത് ചെയ്യണായിരുന്നു? രേവതി കുട്ടി കോളേജിൽ പോയതാണെന്ന് പറഞ്ഞ് അവള് തിരിച്ചു വരുന്നത് വരെ ആ വയസ്സിന് ഇവിടെ പിടിച്ചിരുത്തണായിരുന്നു. കണ്ടു കഴിയുമ്പോഴേ അയാൾ ഓരോന്ന് കിള്ളിച്ചെകഞ്ഞ് ചോദിക്കാൻ തുടങ്ങും. നീ എന്റെ ചോരയാ മോളെ എന്ന് പറഞ്ഞ് ഇനി അയാൾ ഒരു നാടകം കൂടി കളിച്ചാലോ? നമ്മുടെ രേവതി കുട്ടിയുടെ മനസ്സിൽ ഒരു കരട് വീഴും. അത് തീർച്ചയാ നമ്മളായിട്ട് അതിനിട കൊടുക്കണം. നീ പറഞ്ഞതിലേക്ക് ഒരു ചെറിയ സാധ്യത കിടപ്പുണ്ട്. ആ സാധ്യതയാ ഞാൻ അങ്ങ് അടച്ചു കളഞ്ഞത്. രേവതി കുട്ടിക്ക് 36 വയസ്സുണ്ടെന്നും അവൾ ഒരു ബന്ധു വീട്ടിൽ പോയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞതേ അതിനു വേണ്ടിയാ. 36 വയസ്സെന്ന് ആദ്യം പറഞ്ഞിട്ട് 18 വയസ്സുള്ള രേവതി കുട്ടിയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? പ്രായം അത്രയും കൂട്ടി പറഞ്ഞ സ്ഥിതിക്ക് അവക്ക് കെട്ടിയവനും 2 പിള്ളേരുണ്ടെന്ന് പറയാമല്ലായിരുന്നോ? എന്തായാലും നീ കുംസാരിക്കും. മറന്നു. അതുകൂടി പറഞ്ഞിരുന്നെങ്കിലേ കിഴവൻ ഇനി ഈ ഉദ്ദേശത്തോടെ ഈ വഴി വരില്ല. എന്തിനാ ഇങ്ങനെ കള്ളം പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കുന്നു? ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ഒരു ചെറിയ കള്ളം പറഞ്ഞത്. അതുകൊണ്ട് കുഴപ്പമൊന്നും. നല്ല കാര്യം. നുണ പറഞ്ഞ മറ്റുള്ളവരെ കബളിപ്പിക്കുന്നതാണോ നല്ല കാര്യം? എന്റെ രേവതി കുട്ടിയെ ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ല മാമച്ചായ. അതിനു വേണ്ടി ഇത്തിരി കള്ളത്തരം കാണിക്കാനോ പറയാനോ ഒന്നും എനിക്ക് രേവുവിനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ആരോട് വേണമെങ്കിലും പോരും. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അത് മാത്രമാണോ? നിങ്ങൾ എന്റെ ആരാ? മറുവശത്ത് എന്നെ വിളിക്കുന്നതോ എന്റെ കുടുംബക്കാരല്ലേ? അപ്പൊ ഞങ്ങൾ നിനക്ക് തന്ന സ്നേഹത്തിന് ഒരു വിലയില്ലല്ലേ? കണ്ടില്ലേ, രണ്ടിന്റെയും കണ്ണ് നിറഞ്ഞു. പൊന്നുകൊണ്ട് പൊതപ്പിക്കാന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങൾ അപേക്ഷിച്ച് പോവോ ആന്റി? രേവുവിനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ആരോട് വേണമെങ്കിലും പോരും. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല.